രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പരാതിപ്പെട്ട അതിജീവിതമാരെ കടിച്ചു കീറി മലയാളികൾ. സൈബറിടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമിയും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും പരാതിക്കാരികളെ തീർത്തുകെട്ടുകയാണ്. ഇത് അതിജീവിതമാരല്ല, ആർത്തി പിടിച്ച ജീവിതമാരെന്നാണ് വലിയ പരിഹാസവും ട്രോളും സൈബർ ആക്രമണവും നിറയുന്നത്. അതായത് കാശിനോട് ആർത്തി മൂത്ത് അതിജീവിത പണിക്ക് പോകാൻ തയ്യാറായി കുറച്ച് പെണ്ണുങ്ങൾ ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ് എന്ന വലിയ അധിക്ഷേപമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഒത്താശയിൽ ഈ പരാതിക്കാരികൾ രാഹുലിനെ അങ്ങ് തീർത്തു കെട്ടാനായിട്ടാണ് ഇറങ്ങിയത്. ഭരണകൂടത്തിന്റെ വാലാട്ടി നിന്നുകൊണ്ട് ഭരണകൂടം പറയുന്നതും അതിനനുസരിച്ച് തുള്ളിക്കൊണ്ടിരിക്കുന്ന പാവകൾ മാത്രമാണ് ഈ അതിജീവിതമാരെന്നും വലിയ അധിക്ഷേപം ശക്തമാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ പാലക്കാട്ട് നിന്ന് തുരത്താൻ, അതായത് എംഎൽഎ കസേരയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിയിൽ പരാതിയൊക്കെ കിട്ടിക്കഴിഞ്ഞല്ലോ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിലൊന്നും പേടിക്കേണ്ട എന്നാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. അവർ പുറത്താക്കുന്നെങ്കിൽ അങ്ങ് പുറത്താക്കിക്കോട്ടെ, പിന്നെ നടക്കുന്നത് എന്താണ് എന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കാം എന്നാണ് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് പലരും പറയുന്നത്. അതായത് രാഹുൽ സ്വതന്ത്രനായി നിന്ന് മത്സരിക്കണമെന്നും പാലക്കാട് തന്നെ നിൽക്കണമെന്നും വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറും എന്നാണ് ഇവർ പറയുന്നത്. രാഹുലിനെ ഇപ്പോൾ പിടിച്ച് പുറത്താക്കിയാൽ അത് CPM-നും കോൺഗ്രസിനും തന്നെയാണ് തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നതെന്നും ആ ഓർമ്മ വേണമെന്നുമാണ് പലരും ഇപ്പോൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിനെതിരെ വലിയ വേട്ടയാടൽ നടക്കുന്നുവെന്നും ശരിക്കും അതിജീവിതൻ പീഡനത്തിനിരയായത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നും രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. ഇവിടെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ അതിജീവിതമാരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. മുൻപ് നമ്മൾ കണ്ടിരുന്നു ഈ അതിജീവിതമാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേസെടുക്കാൻ ചാടി ഇറങ്ങുന്ന പോലീസിനെ. എന്നാൽ ഇപ്പോൾ പോലീസ് അങ്ങനെ ഇറങ്ങുന്നില്ല. കാരണം രാഹുലിൻ്റെ ഈ കേസ് നേരെ ഉൾട്ടയായിട്ടുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കും മനസ്സിലായിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് പോലീസും ഒന്ന് പിന്നിലേക്ക് വലിയുന്നത്. അതിജീവിതമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ഇപ്പോൾ ഓടിത്തള്ളിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്രം ഇങ്ങനെ പൂർണ്ണ പിന്തുണ കൊടുത്ത് നിൽക്കണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് പണി കിട്ടാൻ പോകുന്നു എന്ന ബോധ്യത്തിൽ പോലീസും എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വ്യാപകമായ സൈബർ ആക്രമണമാണ് ഈ പരാതിക്കാരികൾക്ക് നേരെ ഉടലെടുത്തിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ പരാതിക്കാരികളെ വിമർശിച്ചുകൊണ്ട് പല പോസ്റ്റുകളും കമന്റുകളും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് അതിലെ ചില കമന്റുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഇവിടെ ഞാൻ മുൻപ് പറഞ്ഞ ആ ഒരാൾ പങ്കുവച്ച ഒരു കമന്റ് ആയിരുന്നു, ആർത്തി വന്ന് അതിജീവിത പണിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന കുറെ പെണ്ണുങ്ങൾ ഉണ്ട് എന്ന്. അതായത് സമൂഹത്തിൽ ഇത്തരത്തിൽ എന്തിനും തുനിഞ്ഞിറങ്ങുന്ന കുറെ പെണ്ണുങ്ങൾ ഉണ്ട് എന്ന് ഇവർ വ്യക്തമാക്കുകയാണ്. അവർ എന്ത് തരത്തിലേക്കും തരം താഴാൻ തയ്യാറാണെന്നും ആർക്കെതിരെയും എന്ത് പരാതിയും കൊടുക്കാൻ ഇവളുമാർക്ക് ഒരു മടിയുമില്ല എന്നുള്ള തരത്തിലേക്കൊക്കെ ഈ സൈബർ ആക്രമണം മാറുകയാണ്. മുൻപ് എനിക്ക് ഈ വിഷയത്തിൽ, അതായത് രാഹുലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഇപ്പോൾ പറയുകയാണ്. അതായത് ഈ അതിജീവിതമാർ എന്ന് പറയുന്നവർ, ഇവർക്ക് ഇതൊക്കെ ഒരിക്കലും അവരെ അധിക്ഷേപിക്കാൻ പറയുന്നതല്ല. ഇത് പറയുന്നത് യഥാർത്ഥ അതിജീവിതമാർക്ക് ഇപ്പോൾ പിന്തുണ കിട്ടാതെ വരികയും അവരുടെ പോരാട്ടത്തിനൊപ്പം സമൂഹം നിൽക്കാത്ത ഒരു അവസ്ഥയും ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥ ഇരകളെ കൊണ്ട് തള്ളിയിട്ടത് ഈ പറയുന്ന അതിജീവിതമാർ കൂടിയാണ് എന്ന് പറയേണ്ടി വരും. ഒന്നാം പരാതിക്കാരിക്ക് അവർക്ക് പരാതിപ്പെടാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണമെന്നില്ല, പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാമായിരുന്നു. മാധ്യമങ്ങളിലേക്ക് ഈ വിവരം വലിച്ചിഴച്ചിട്ട് കൊടുക്കാതെ അവർക്ക് നിയമ നടപടികളുമായി മാന്യമായി മുൻപോട്ടേക്ക് പോകാമായിരുന്നു. എന്നാൽ അവർ ചെയ്തത് എന്താണ്? ഒരു മാധ്യമ വേട്ടയാടലിന് രാഹുലിനെ ഇട്ടുകൊടുത്തു എന്നുള്ളൊരു വ്യാഖ്യാനം ഉണ്ടാക്കി വെച്ചു. അതായത് ആ പരാതിക്കാരിക്ക്, ആ അതിജീവിതയ്ക്ക് ഈ പറയുന്ന ശരിക്കും രാഹുലിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നീതി കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. രാഹുൽ ഈ ഒന്നാമത്തെ പരാതിക്കാരിയുടെ പരാതി വന്നപ്പോഴും രാഹുൽ ചെയ്തത് എന്താണ്? നിയമ നടപടിയുമായി കോടതിയിലേക്ക് പോകുകയായിരുന്നു. എന്നാൽ അതിജീവിതയോ മാധ്യമങ്ങൾക്ക് മുൻപിൽ അവരുടെ ഓരോ കഥകളായിട്ട് പുറത്തേക്ക് വരുന്നു, ചാറ്റുകൾ പുറത്തേക്ക് വരുന്നു, ഓഡിയോ പുറത്തേക്ക് വരുന്നു. രാഹുൽ ആകട്ടെ കോടതിക്ക് മുൻപിൽ പോയി തെളിവുകൾ സമർപ്പിക്കുന്നു. സ്വാഭാവികമായും ജനങ്ങൾ രാഹുലിനൊപ്പം നിന്നു. ആദ്യത്തെ പരാതിക്കാരിയുടെ ക്രെഡിബിലിറ്റി പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. പിന്നീട് നമ്മൾ കണ്ടതാണ് തുടരെ 2-3 പരാതികൾ വരുന്നത്. സെയിം അവസ്ഥ തന്നെയായിരുന്നു. ഇവർക്കൊക്കെ പരാതിപ്പെടാൻ പോലും ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കോടതി പോലും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ വേണ്ട സമയത്ത് പരാതിപ്പെടാതെ അവർ മാറി നിന്നു. ഒന്നാം പരാതിക്കാരിയുടെ പുറകെ ഒരു പരാതിക്ക് വേണ്ടി പോലീസ് മൂന്ന് മാസത്തോളമാണ് കാത്തുകെട്ടി നിന്നത്. അപ്പോഴൊന്നും പരാതി പറയാതെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അവർ പരാതി കൊടുത്തു. സ്വാഭാവികമായും അത് രാഷ്ട്രീയവൽക്കരിച്ചു ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ. ഭരണകൂടവും തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ച് ഈ കേസ് അങ്ങ് പൊട്ടിക്കാൻ കാത്തു നിൽക്കുകയും ചെയ്തു. അതായത് പരാതിക്കാരികളെ, അതിജീവിതമാരെ കൃത്യമായി ഭരണകൂടം ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് സംഭവിച്ചത് ഇപ്പോൾ യഥാർത്ഥ ഇരകൾക്ക് പോലും നീതി കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ, ക്രൂര പീഡനങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ പോലും ഇപ്പോൾ യഥാർത്ഥ ഇരകൾക്ക് കഴിയാത്തൊരു സാഹചര്യം. കാരണം അവർ രംഗത്തേക്ക് വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജനം അവരെ വേട്ടയാടുമോ എന്നുള്ളൊരു ഭയം അവരിൽ ഉണ്ടായിരിക്കുന്നു. സമൂഹം ഞങ്ങൾക്കൊപ്പം നിൽക്കില്ല, വേട്ടയാടപ്പെടും എന്നുള്ളൊരു ഭയമാണ് അവരിൽ ഇപ്പോൾ ചൂഴ്ന്നു നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചതിൽ ഇത്തരത്തിലുള്ള അതിജീവിതമാർക്കും വലിയ പങ്കുണ്ട് എന്ന് പറയാതെ ഒരു നിവൃത്തിയുമില്ല. ഇനി നമുക്ക് ആ കമന്റുകൾ കൂടി ഒന്ന് നോക്കാം. കാനഡക്കാരി കേരളത്തിൽ വന്നാൽ ജനങ്ങൾ എന്ത് ചെയ്യും എന്ന് പറയാൻ കഴിയുമോ? ജനരോഷം അത്ര നിസ്സാരമല്ല. അതുകൊണ്ട് അവർ കേരളത്തിൽ വരാനേ സാധ്യതയില്ല. അതവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാനഡക്കാരി കേരളത്തിൽ വരില്ല എന്നത് ഉറപ്പ് തന്നെയാണ്. പോലീസ് വായും പൊളിച്ച് മേലോട്ട് നോക്കിയിരുന്നോളൂ എന്നാണ് ഒരു കമന്റ് വരുന്നത്. വിദ്യാഭ്യാസവും നിയമത്തിന്റെ പരിജ്ഞാനവും ഇല്ലാത്ത IPS നേടിയ ഈ ഉദ്യോഗസ്ഥരെയും സംഘത്തെയും ജോലിയിൽ നിന്ന് മാറ്റണം. ഒരാളെ വേട്ടയാടാനാണ് ഭരണകൂടം പോലീസിനെ ഉപയോഗിക്കുന്നത് എന്നുള്ള വലിയ വിമർശനം. പൂങ്കുഴലിയെയും ജനങ്ങൾ വെറുതെ വിടുന്നില്ല. കാരണം പൂങ്കിളിയെയും പൂങ്കുഴലിയെയും ഒക്കെ ഒരു കാരണവശാലും വെറുതെ വിടരുത്. സുപ്രീം കോടതിയിൽ വരെ കയറി ഇറങ്ങിയിട്ടാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ നടപടികളുമായി മുൻപോട്ട് പോകണമെന്നാണ് ആവശ്യം. രാഹുലിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപങ്കാളിത്തം അവരുടെ വോട്ടുകൾ പിൻവലിക്കാൻ തയ്യാറാണോ? പാലക്കാട് സ്വതന്ത്രനായി മത്സരിച്ചാലും വൻ ഭൂരിപക്ഷത്തോടെ ഇനിയും രാഹുൽ തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ചില കമന്റുകൾ. കേരളത്തിലെ മുഖ്യമന്ത്രി കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന പോലെ പെണ്ണുങ്ങൾ കള്ളപ്പരാതി കൊടുത്താൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യിക്കാൻ അങ്ങ് ഉത്തരവിടും. ഒടുവിൽ കോടതിയിൽ നിന്നും നാണം കെട്ട് തിരിച്ചടി കിട്ടുമ്പോൾ സ്വന്തം തടി തപ്പി ഓടും. ഇത്രയും പ്രായത്തിനിടയിൽ ഉളുപ്പ് എന്നൊരു വാക്ക് കേട്ടിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി എന്നാണ് പരിഹാസം വരുന്നത്. കള്ളക്കേസുകൾ കൊടുക്കുന്നവന്മാരും ഭയപ്പെടണം. കോടതി ശക്തമായി ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ചിലർ പറയുന്നത്. വിജയനും സതീശനും ഒന്നിച്ചു പണിതാലും ഞങ്ങളുടെ രാഹുലിനെ തീർക്കാൻ കഴിയില്ല എന്നും ചിലർ രാഹുലിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് കമന്റുകൾ പങ്കുവയ്ക്കുന്നത്. അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ കുറെ എണ്ണം മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ ഇറങ്ങും. ഇതിന് പിന്നിലുള്ളവരെയും കുറിച്ച് അന്വേഷിക്കാൻ കോടതിയിൽ നിന്നും ഉത്തരവുണ്ടാകണം എന്നാണ് അതിജീവിതമാർക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പലരും കമന്റ് ഇടുന്നത്. ഈ പരാതിക്കാരികളെ ആരെങ്കിലും കണ്ടവരുണ്ടോ? ഏതോ രാജ്യത്തിരുന്ന് കള്ളപ്പരാതി ഇമെയിൽ വഴി വന്നെന്ന് കേട്ടയുടനെ പരാതി സത്യമാണോ എന്ന് പോലും അന്വേഷിക്കാതെ രാഹുലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ജയിലിലടച്ച ഈ അധമന്മാർ നീതിന്യായ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുകയാണ്. വിവാഹം കഴിച്ച് കുടുംബമായി താമസിക്കുന്ന സ്ത്രീകൾ പരപുരുഷ ബന്ധം ആഗ്രഹിച്ച് പുരുഷനെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പുരുഷനെ മാത്രം കുറ്റം പറയുന്നതിൽ ഒരിക്കലും യോജിക്കാനാവില്ല എന്നാണ് രാഹുലിനൊപ്പം നിന്നുകൊണ്ട് എല്ലാവരും പറയുന്നത്. ധാർമ്മികത എന്ന വാക്ക് ഉച്ചരിക്കാൻ എന്ത് അവകാശമുണ്ട് ഈ നിയമസഭയ്ക്ക്? എന്ത് എത്തിക്സ്? കള്ളപ്പരാതി ഏത് എത്തിക്സ് പ്രകാരം ഉള്ളതാണ്? അവളുമാർക്ക് അങ്ങനെ തന്നെ വേണം. നീയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. പിണറായിയുടെ വാക്കും കേട്ട് പണത്തിന് വേണ്ടി കള്ളക്കേസും കൊടുത്ത് ആ MLAയുടെ ഭാവി നശിപ്പിച്ച ആ അമ്മയെയും കുടുംബത്തെയും കരയിച്ച, രാഹുലിനെ സ്നേഹിക്കുന്ന ജനങ്ങളെയും കരയിച്ച നിനക്കൊക്കെ കിട്ടും, ജനങ്ങളുടെ ശാപം നിന്റെയൊക്കെ മേൽ ഉണ്ടാകും എന്ന് പ്രാഗിക്കൊണ്ട് ചിലരും കമന്റ് പങ്കുവയ്ക്കുന്നു. അതായത് എല്ലാവരും പറയുന്നത് രാഹുലിനെ തേടി വന്നിട്ടുള്ള ഈ അതിജീവിതമാർ, അവരെ അതിജീവിത എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുലിനെ ഇങ്ങോട്ട് തേടി വന്നവരാണ് അവർ. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന് പണം, മറ്റേത് പവർ. രാഹുലിനെ പോലെ ഒരു MLA, വരും കാലത്ത് മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളും തന്നിലേക്ക് വരും എന്നുള്ള ഒരു ചിന്ത, അതിൽ അഭിനിവേശം കൊണ്ട് കയറി ചെന്നിട്ട് ഒടുക്കം രാഹുൽ കല്യാണം കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ബലാത്സംഗ കാർഡ് ഇറക്കിയിരിക്കുകയാണ് എന്നുള്ള വലിയ പരിഹാസമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങളുണ്ട്. മരുമകന്റെ ആദ്യ ഭാര്യ കൊടുത്ത പരാതി എന്തായി? അവരും അതിജീവിതയല്ലേ? എന്തുകൊണ്ട് റിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യമുണ്ട്.
പരാതിക്കാരെ പൊതുവേദിയിൽ അപമാനിച്ചില്ല. എല്ലാം നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ പോലും ഒന്നും പറഞ്ഞില്ല. കോടതിയിൽ രഹസ്യമൊഴി ആവശ്യപ്പെട്ടും പരാതിക്കാരെ ചേർത്ത് പിടിച്ചുമല്ലേ രാഹുൽ ഇതുവരെ സംസാരിച്ചത്. പരാതിക്കാരികളെ മോശക്കാരികളായിട്ട് എവിടെയെങ്കിലും രാഹുൽ ചിത്രീകരിച്ചോ? അപ്പോഴും പാർട്ടിക്ക് വേണ്ടി പാലക്കാടിന്റെ സ്ഥാനാർത്ഥിയായി പണിയെടുത്തില്ലേ രാഹുൽ? പാർട്ടിക്കെതിരെ പോലും ഒരക്ഷരം പറഞ്ഞില്ല. പാർട്ടിയിൽ വേട്ടയാടിയവരെ പോലും തിരിച്ച് എതിർത്തില്ല. പാർട്ടി മാറിപ്പോയില്ല. ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട രാഹുലിനെ ലോക മലയാളികൾ ഹൃദയത്തിലാക്കി ചേർത്ത് പിടിച്ചു. അവരാണ് ഇപ്പോൾ രാഹുലിന് പിന്തുണ കൊടുക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള രാഹുലിനെ അത്ര പെട്ടെന്നൊന്നും പറിച്ചു പുറത്തേക്കെറിയാൻ ഒരു എത്തിക്സ് കമ്മിറ്റിക്കും കഴിയില്ല എന്നാണ് പലരും കമന്റുകൾ പങ്കുവയ്ക്കുന്നത്. സതീശനോ മുരളിയോ രമേശ് ചെന്നിത്തലയോ ഉണ്ണിത്താനോ നിങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ എപ്പോഴേ പാർട്ടി വിട്ട് കാലുമാറി പോകില്ലേ എന്നുള്ള ചില കമന്റുകളുമുണ്ട്. രാഹുൽ ഈ പെണ്ണുങ്ങളുടെ പേരിൽ കേസ് കൊടുക്കണം. കാനഡക്കാരി നാട്ടിൽ വരട്ടെ, മെഡിക്കൽ ടെസ്റ്റ് ചെയ്യട്ടെ, എല്ലാ അവളുമാർക്കും ഉള്ളത് കൊടുക്കണമെന്നും രാഹുലിനോട് ആവശ്യപ്പെടുകയാണ് പിന്തുണയ്ക്കുന്നവർ. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരുമായെങ്കിലും വേണ്ടാത്ത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ 100% തെറ്റെന്ന് ഞാൻ പറയും. കോടതിയുടെ നിയമമല്ല പറയുന്നത്. ഇവരെ പോലെയുള്ള സുന്ദരന്മാരായ മിടുക്കന്മാരുടെ അടുക്കൽ അഭിമാനമില്ലാത്ത സ്ത്രീകൾ വരും. അവരെ അകറ്റി നിർത്താനുള്ള വിവേകം കാണിക്കണമായിരുന്നു എന്നുള്ള അതിന് വിട്ടുപോകുന്ന ചില കമന്റുകളുമൊക്കെ ഈ അതിജീവിതമാർക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ എറിഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ മറ്റൊരു സത്യവും കൂടിയുണ്ട്. രാഹുലിന്റെ പേരിൽ കേസ് കൊടുത്തെന്ന് അവകാശപ്പെടുന്ന വാദികൾ അതിജീവിത അല്ല. ഉണ്ടായിരുന്നുവെങ്കിൽ കേരള പോലീസ് അവരെ കോടതിയിൽ എന്ത് വില കൊടുത്തും കൊണ്ടുവരുമായിരുന്നല്ലോ. ഒരു IPS ഉദ്യോഗസ്ഥ കേരളത്തിന്റെ മുൻപിൽ നാണം കെട്ട് തൊലിയുരിഞ്ഞു നിൽക്കുന്നു. സ്വന്തം അഭിമാനം കാത്തു സൂക്ഷിക്കാനെങ്കിലും കാനഡയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന പ്രതിയെ കൊണ്ടുവരുമായിരുന്നു. എംബസിയുടെ സഹായത്തിൽ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും അവർക്ക് സാധിച്ചില്ല. രണ്ടാം വാദി പിൻവലിഞ്ഞു എന്നാണ് അറിയുന്നത്. ആകെ ഇപ്പോൾ നമുക്കറിയുന്ന ഒരേ ഒരു പരാതിക്കാരി റിനി ആൻഡ് ജോർജ് എന്ന സ്വയം പ്രഖ്യാപിത നടിയാണ്. അവരുടെ കള്ളത്തരങ്ങൾ കുറെയൊക്കെ ഫെനിയും പൊളിച്ചടുക്കിയിട്ടുണ്ട് എന്ന് ചില കമന്റുകൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പങ്കുവയ്ക്കുന്നു. പരാതി കൊടുത്തിട്ടാൽ മതി, ബാക്കിയെല്ലാം സർക്കാർ നോക്കിക്കൊള്ളുമെന്നായിരിക്കാം പരാതിക്കാരികൾ ധരിച്ചിട്ടുണ്ടാകുക. ഒരുപക്ഷെ ഭരണക്കാർ അങ്ങനെ ധരിപ്പിച്ചിട്ടും ഉണ്ടാകാം. വസ്തുതാപരമായിരുന്നെങ്കിൽ നീതി കിട്ടണമെന്ന ആഗ്രഹം ഉണ്ടാകുമല്ലോ. കേസിന് പിന്നാലെ പോകാൻ താല്പര്യമുണ്ടാവുകയല്ലേ ചെയ്യുക. ഇത് ആർക്കോ വേണ്ടി കൊടുത്ത പരാതി, അത് മാത്രമേ അങ്ങനെ ഇതിനെ കരുതാൻ നിർവാഹമുള്ളൂ എന്നാണ് പലരും പറയുന്നത്. കേക്കച്ചനും പിണു ഇരുവരും കൂടിയുള്ള കളിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. രാഹുലിനെ പറിച്ചു പുറത്തേക്കെറിയാനുള്ള നീക്കമാണെന്നും പറവൂരിൽ സതീശന് ജയിക്കാനുള്ള കളിയാണ് ഈ കളിക്കുന്നതെന്നും ചില വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇത്തരത്തിൽ പരാതിക്കാരികളെ അടപടലം തേച്ചൊട്ടിക്കുന്ന, അവരെ വലിച്ചു കീറുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ചകൾ പോകുന്നതും കമന്റുകളും പോസ്റ്റുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതും. ഇതിനിടയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഷാജിദ എന്നൊരാൾ പങ്കുവച്ച, അങ്ങനെയാന്ന് തോന്നുന്നു, പേര് ഞാൻ ഓർക്കുന്നില്ല കൃത്യമായി, ഷാജിദ എന്നാണെന്ന് തോന്നുന്നു. അവർ പങ്കുവച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ, രാഹുലിൻ്റെ വാർത്ത പറയുമ്പോൾ അതിൽ പറഞ്ഞിരുന്നു, ധാർമ്മികമായി രാഹുൽ തെറ്റുകാരനാണ്, അയാളെ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായി എനിക്ക് കാണാൻ കഴിയില്ല എന്ന്. അപ്പോൾ ഈ ഷാജിദ എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് വന്ന ഒരു കമൻ്റാണ്, ധാർമ്മികതയെക്കുറിച്ച് പറയാൻ നിനക്ക് എന്താടി അവകാശമെന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ധാർമ്മികത എന്ന് പറഞ്ഞത് രാഹുലും ഷാഫിയും ഒക്കെ ഇതുവരെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് എന്തായിരുന്നു? ഉമ്മൻചാണ്ടിയുടെ പിൻഗാമികൾ എന്നായിരുന്നു. ഒരു തരത്തിലും ഉമ്മൻചാണ്ടിയുമായിട്ട് രാഹുലിനെ താരതമ്യം ചെയ്യരുത്, ഒരു കോൺഗ്രസ്സുകാരനും ചെയ്യരുത്. കാരണം അത് തെറ്റാണ്. ആ മനുഷ്യൻ എന്തായിരുന്നു എന്ന് കേരളത്തിൽ എല്ലാവർക്കും കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. നീതിമാനായിട്ടുള്ള ഒരു മനുഷ്യൻ, സ്ത്രീകളോട് ഏറ്റവും ബഹുമാനമായി പെരുമാറിയിരുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം ചേർത്ത് രാഹുലിനെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഏത് സ്ത്രീ അയാളെ സമീപിച്ചാലും അയാൾ അതിന് വഴങ്ങി കൊടുക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നമുക്ക് കാണാൻ കഴിയുക? രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ അയാളിൽ ഒരു മൂല്യം ഉണ്ടാകണം. സമൂഹം അയാളെ കാണുമ്പോൾ മാതൃകയാക്കാൻ കൊള്ളാം എന്നുള്ള ഒരു തോന്നലുള്ള ഒരാളായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ഗോവിന്ദചാമിയെയും ഒക്കെ നമുക്ക് അങ്ങ് MLA ആയിട്ടും MP ആയിട്ടും ഇരുത്തിക്കൂടെ? അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഈ നിയമസഭയിൽ ഇരിക്കുന്നവരെല്ലാം ധാർമ്മികതയുള്ളവരാണോ എന്ന്. അല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മുകേഷിനെതിരെയും വിൻസെന്റ് MLAക്കെതിരെയും ഒക്കെ നിരന്തരം വാർത്തകൾ ഞാൻ വായിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒരു തരത്തിലും ധാർമ്മികത രാഹുലിനില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം രാഷ്ട്രീയക്കാരനായിട്ടിരിക്കുമ്പോൾ വേണ്ട ഒരു മിതത്വം പാലിക്കണം. ആ ഒരു മിതത്വം രാഹുലിനില്ല. അയാൾ ലൈംഗിക വൈകൃതമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏതായാലും രാഹുൽ വിഷയത്തിൽ പരാതിക്കാരികൾ തീച്ചൂളയിലേക്ക് വീഴുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്.